ഇന്നേ ഞങ്ങളുടെ പറമ്പിൽ ഒരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് വലിയ ചക്കയായിരുന്നു. അത് കുട്ടച്ച എന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് അച്ഛയ്ക്കും പിന്നെ കുട്ടച്ചയ്ക്കും ചെറിയമ്മയ്ക്കും വലിയമ്മയ്ക്കും എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഒരു വലിയ ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മുറി ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചക്കക്കൂട്ടാനാണ്. അപ്പോൾ ഞാനത് നന്നാക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനിയത്തിയുടെ വീട്ടിലൊക്കെ പോയിട്ടാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയായിട്ടാണ് വന്നപ്പോൾ അന്ന് ചോറൊക്കെ കൊണ്ടൊന്ന് കിടന്ന് എണീറ്റപ്പോഴാണ് അമ്മ അച്ഛനും വന്നത് ചക്ക ഇടാൻ. അപ്പോൾ പിന്നെ ചക്ക ഇടാൻ വേണ്ടിയിട്ട് കുട്ടച്ചിയും അമ്മയും അച്ഛനും കൂടെ ആയിട്ട് പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പോൾ എൻ്റെ ജോലിയൊന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടുന്നത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത ചക്ക ഇടുമ്പോൾ ചക്കയുടെ വലിപ്പവും വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക നന്നാക്കി കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചക്ക ഇതിന് മുന്നേ നേരത്തെ ഇടായിരുന്നു കേട്ടോ. ഏട്ടന് ലീവുള്ള ദിവസം ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഇടാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയാണ് ഏട്ടനെ മരത്തിൽ കയറ്റാൻ. ഏട്ടൻ മരത്തിൽ ഏത് മരത്തിലാണ് തെങ്ങുമ്പോൾ കയറിയാലും പിന്നെ അതുപോലെ തന്നെ രാവിലെ എവിടെ കയറിയാലും എനിക്ക് പേടിയാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ ഏട്ടൻ മരത്തിൽ കയറുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല കേട്ടോ. ഏട്ടൻ കയറി കഴിഞ്ഞ് ഇതുപോലെ നാളികേരം ഇടാൻ ഏട്ടൻ 2 ചെറിയ തെങ്ങാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചോട്ടിൽ ഞാൻ നിൽക്കില്ല. നാളികേരം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോവുള്ളൂ. ഏട്ടൻ കയറുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ നമുക്കിതിനി പാചകം ചെയ്യുന്നത് കാണാം കേട്ടോ. ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചക്ക റെഡിയായി കേട്ടോ. ചക്ക നന്നായിട്ട് കഴുകി ഞാൻ ഇനി കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് കുക്കർ അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ചക്കയിലേക്ക് ഞാൻ അരമുറി നാളികേരം, പിന്നെ ജീരകം, ഒരു 2 വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല എരിയുള്ള ടീമാണ്. എരി വേണം ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ. നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചതഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ച് കൊടുക്കട്ടെ കേട്ടോ. നാളികേരം ചതച്ചത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പ് പാർന്നിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ. അപ്പൊ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ ഒരു ഭംഗിക്ക് കുറച്ചും കൂടി മഞ്ഞ കളർ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാൻ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ, കടുക് കുറച്ച് കൂടുതൽ കടുക്, വറ്റൽമുളകില്ല, അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ഇടുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് തോനെ വേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക് ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ട റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാം.
അപ്പോൾ ഇന്ന് ചക്കക്കൂട്ടാനും മത്തിക്കറി. എല്ലാവർക്കും ബായ്.